ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പുഡിംഗ് ആണ്. 3 ലെയറുള്ള ഒരു പുഡിംഗ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യത്തേത് ബിസ്ക്കറ്റ് ലെയർ, രണ്ടാമത്തെ ഞാൻ ബ്രെഡും പാലും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ മൂന്നാമത്തേത് ഒരു ജെല്ലി ലെയറാണ്. അത് നിങ്ങൾക്ക് സ്ട്രോബെറി ജെല്ലി ഉപയോഗിക്കാം, ചെറിയുടെ ജെല്ലി ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലെയറായ ബിസ്ക്കറ്റ് ലെയറിന് വേണ്ടി ഞാനിവിടെ 200 ഗ്രാം മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്ത ശേഷം ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ച ശേഷം ബട്ടറും ബിസ്ക്കറ്റും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം അത് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടിന്നിലാണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. ഇത് ചെറിയൊരു ടിന്നാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത്. കാരണം മുകളിൽ നമ്മൾ ജെല്ലിയാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് ഡീമോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ച് ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ സ്പൂൺ വെച്ച് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി പുഡിങ്ങിൻ്റെ രണ്ടാമത്തെ ലെയർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസ്സിലാണ് 1.5 ഗ്ലാസ് പാൽ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ഷുഗറാണ്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുതൽ ഷുഗർ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു പാക്കറ്റ് ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. 3 സ്ലൈസ് ബ്രെഡ് വേണം. ആദ്യം ബ്രെഡ് ഇതേപോലെ ചെറിയ പീസസ് ആക്കിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പാലും ബ്രെഡും മിക്സിയിൽ നന്നായി ബ്ലെൻഡ് ചെയ്തത് ഒരു പാത്രത്തിൽ ഒഴിച്ച ശേഷം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ജെലാറ്റിൻ ഞാൻ തണുത്ത വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ജെലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിൻ്റെ ചൂടിൽ തന്നെ ജെലാറ്റിൻ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ പാല് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചത് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡും പാലും കുറുക്കി വെച്ചത് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് നേരം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെറ്റ് ചെയ്യാം. അടുത്തതായി ജെല്ലിയുടെ ലെയറാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. 3/4 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം സ്ട്രോബെറിയും ഉപയോഗിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതേ അളവിൽ തന്നെ 3/4 ഗ്ലാസ് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ബ്രെഡ് ലെയറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഏകദേശം ഒരു 6 മണിക്കൂറോളം ഇത് സെറ്റായി വരണം. ഞാനിവിടെ ഓവർനൈറ്റാണ് വെക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ഞാൻ പുഡിംഗ് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ മെല്ലെ എടുത്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് ബട്ടർ പേപ്പർ മെല്ലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളിത് ക്ലിപ്പുള്ള കേക്ക് ടിന്നിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതേപോലെ തന്നെ ഇത് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനുശേഷം ഞാൻ ഇതൊന്ന് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിൽ ജെല്ലി ചേർത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.